ഹായ് ഓൾ, റോയൽ മോഡ ക്ലോത്തിങ്സിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള പ്രഗ്നൻസി വെയറാണ്, ഫീഡിങ് വെയറാണ്. ഇത് വരുന്നത് നമ്മുടെ ഫ്ലക്സ് കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലക്സ് കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല പ്യുവർ കോട്ടൺ ആണ്. അത്യാവശ്യം നല്ല GSM കൂടി നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. ഇതിൻ്റെ വർക്ക് വരുന്നത് നമ്മൾ ഈ കോളറിൽ എംബ്രോയിഡറി വെച്ച് പാറ്റേൺ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കളറിൽ വന്നപ്പോൾ അതുപോലെ നമ്മൾ വൈറ്റ് അല്ല, ഇതിന് വേണ്ടിയിട്ടൊരു ലൈറ്റ് ബിസ്ക്കറ്റ് ഷെയ്ഡ് പോലത്തെ ഓഫ് വൈറ്റും അല്ല ക്രീം ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ സ്ലീവിലും ക്രോഷിയുടെ ബീഡിങ് ലേസ് പോയിട്ടുണ്ട്. അതുപോലെ കോളറിൽ ഇതിന് കോൺട്രാസ്റ്റ് എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി ആണ്. അതുപോലെ ലൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴെ ഫ്രില്ലുണ്ട്. ഇതൊരു ഫ്രോക്ക് നൈറ്റി ആണ്, ഒരു ഫീഡിങ് വെയർ ആണ്. ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ബ്ലാക്കിൽ മെറൂൺ, അതുപോലെ ആ ഒരു ഡാർക്ക് ഓഫ് വൈറ്റ് കളറൊക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള വെയറാണ്. അണ്ടർ സ്കേർട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയില്ല. അത്യാവശ്യം ഭയങ്കര തിക്കാണ്, ഫ്ലെക്സ് കോട്ടൺ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വെയർ വരുന്നത്. 48 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കോളർ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഫീഡിങ് സിബ് പോയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 950 ആണ് കേട്ടോ. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി നടത്ത് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ കളർ ചേഞ്ചസും അവൈലബിൾ ആണ്. പ്രിന്റുകൾ വ്യത്യാസം വരോട്ട് അങ്ങനെ ആകുമ്പോൾ ഈ ബ്ലാക്കിൽ ഇതിൽ വരുന്നത് ഇതാണ് കളർ വരുന്നത്. പിന്നെ വേറെ ഫ്ലക്സ് കോട്ടൺ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കളർ ചേഞ്ച് വേണം, ബ്ലാക്ക് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻക്വയറി നടത്തിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്തോളൂ. ലൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് പ്രില്ല് ഇടാറുണ്ട്, ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇടാറുണ്ട്. പക്ഷേ ഇതിന് ചെയ്തിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല തിക്കായിട്ട്, നമ്മുടെ നോർമലായിട്ടുള്ള കോട്ടൺ അല്ല ഇത്, ഫ്ലക്സ് കോട്ടൺ ആയതുകൊണ്ട് അതിനേക്കാളും തിക്കാണ്. അപ്പോൾ നമ്മളിനി പ്രിൽസ് ഇട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് ബൾക്കി സൈസിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പ്ലീറ്റ്സ് ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇടാതിരുന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ മാത്രമുള്ള ഡിസൈൻസ് ആണ് കേട്ടോ. റോയൽ മോഡയുടെ ഓൺ ഡിസൈൻസ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രീമിയം വെയർ വരുന്നത്. ഈ സെയിം മോഡൽ നമുക്ക് നോർമലായിട്ടുള്ള നൈറ്റി ബിറ്റിലും ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ്രൈസിൽ നല്ല ഡിഫറൻസ് വരും കേട്ടോ. പ്രീമിയം മെറ്റീരിയൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് വരിക. ഇത് നോർമൽ നൈറ്റി മെറ്റീരിയൽ ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ നൈറ്റി മെറ്റീരിയലും നമ്മൾ ചെയ്യില്ല. കുറച്ചൊരു നല്ല ക്വാളിറ്റി കൂടി നൈറ്റി മെറ്റീരിയൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് ചായം പിടിക്കുകയാണെങ്കിൽ ഇത്ര ഭംഗിയിലിരിക്കില്ലല്ലോ. പിന്നെ എസ്പെഷ്യലി പറയാനായിട്ടുള്ളത്, എല്ലാ കോട്ടനും നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യണം. കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കളർ ഗാർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊരു ബോട്ടിൽ വാങ്ങി വയ്ക്കുകയായിരിക്കും കൂടുതലും നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം സ്ഥിരമായിട്ട് കോട്ടൻ്റെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വാഷ് നമ്മൾ ഇടുന്നതിന് മുമ്പ് വാഷ് ചെയ്യില്ല. അത് നമ്മൾ കുറച്ച് കളർ ഗാർഡ് നമ്മളൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളത്തിൽ ഡ്രസ്സ് മുങ്ങാവുന്ന വെള്ളത്തിൽ കുറച്ച് കളർ ഗാർഡ് അതെങ്ങനെയോ അത് വാങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ഒഴിക്കണം എന്നുള്ളതൊക്കെ. എന്നിട്ട് അതിൽ മുക്കി വെച്ചിട്ട് നമ്മൾ നോർമലി വാഷ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ കളറ് പോവുകയില്ല. പെട്ടെന്നൊന്നും അതിൻ്റെ കളറ് നരയ്ക്കുക അല്ലെങ്കിൽ കളർ ഫെയിഡിംഗ് ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം കോട്ടനും എത്ര പ്രൈസ് കൂടിയ കോട്ടനും പ്രൈസ് കൂടുന്തോറാണ് അവർ നമ്മുടെ സപ്ലയേഴ്സൊക്കെ പറയാറുള്ളത് കളർ ഗാർഡ് നിർബന്ധമായിട്ട് മുക്കണം. കാരണം കോട്ടൺ എപ്പോഴും അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും കോട്ടൺ ഡ്രസ്സുകൾ ഉണക്കാനായിട്ട് അല്ലെങ്കിൽ ഡ്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഡയറക്റ്റ് സൺലൈറ്റിൽ ഇടുകയാണെങ്കിൽ അത് ഒറ്റ ഒരു വെയിലിന് സൺലൈറ്റിന് ഒരു ദിവസത്തെ വെയിലിന് തന്നെ അതിൻ്റെ കളറ് മൊത്തത്തിൽ ഫെയ്ഡാവും. അത് നമ്മളിപ്പോൾ ഡ്രസ്സിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. കാരണം എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ടൺ ആയാലും ഡയറക്റ്റ് ഒരു ദിവസത്തെ നല്ല വെയിലുള്ള ദിവസത്തെ വെയിൽ കൊള്ളുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ നരച്ച് കിട്ടും. അത് കളർ ഭയങ്കരമായിട്ട് പോയി കിട്ടും. അത് നമ്മുടെ വെയിലിലെ സൺലൈറ്റിലെ റേഡിയേഷൻസിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും നല്ല കോട്ടൺ എന്നല്ല നമ്മൾ അത് നശിക്കും. നമുക്ക് പിന്നെ യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റില്ല. അത് കോട്ടൺ പൊട്ടയത് കൊണ്ടല്ല, അത് കോട്ടൺ അങ്ങനെ ഡൈ ഇല്ലാതെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ മുക്കിയാതെ ഉണക്കാതെ ഷെയ്ഡിലിട്ട് സണ്ണിൻ്റെ ഷെയ്ഡിലുണ്ടല്ലോ അതിലിട്ട് ഉണക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഫസ്റ്റ് വാഷ് എപ്പോഴും മെഷീൻ വാഷ് ചെയ്യാതെ ഹാൻഡ് വാഷ് ഒന്ന് കഴുകി നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ റെഡിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മുടെ കസ്റ്റമർ ഓൾറെഡി വാങ്ങിപ്പോയിട്ടുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ഓൾറെഡി ഒരു 3 പീസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡിയിൽ നമ്മുടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നോ ഈ ഒരു ദിവസത്തിനുള്ളിലാണെങ്കിൽ നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ വേണം ഈ സെയിം കളർ വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ആയിട്ട് ഇതേ പാറ്റേൺ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്ത പ്രൊഡക്റ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബാക്ക് ടൈ വെച്ചിട്ടുണ്ട്. ടൈ ഉള്ള കാരണം നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റുമായിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.